ആ പുള്ളകളെ നമസ്കാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒരു കാര്യം അറിഞ്ഞു. നമ്മൾ എന്തെങ്കിലും ഈ പരാതിക്കാരികൾ, അതിജീവിതമാരല്ല, പരാതിക്കാരികൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെയൊക്കെ പിടിച്ച് അകത്തിടാനാണ് പിണറായി എന്നും പറഞ്ഞിരിക്കുന്നതെന്ന്. എന്തോ നമുക്കിവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലയോ? അല്ലേ, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതല്ലയോ ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതൊക്കെ നമുക്ക് നിഷേധിച്ചു എന്ന് നമ്മളൊന്നും പറയാൻ പാടില്ല. ശ്രീനാദേവി കുഞ്ഞമ്മയുണ്ടല്ലോ, ഇപ്പൊ പഞ്ചായത്തിലൊക്കെ നിന്ന് മത്സരിച്ച ഒരു ലേഡി, അവര് പറഞ്ഞ് അതിജീവിതയോട് അല്ലപ്പമല്ല, ഞാൻ അതിജീവിതനോടൊപ്പമാണെന്ന്. അപ്പൊ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ചോദിച്ച്, ഈ പീഡനം എന്നൊക്കെ പറയുന്നത്, പീഡിപ്പിച്ച് കഴിഞ്ഞ് ആരെങ്കിലും അടിവസ്ത്രങ്ങൾ വാങ്ങിക്കാനും ചെരുപ്പ് വാങ്ങിക്കാനും ഒക്കെ പൈസ കൊടുക്കൂ? അതൊക്കെ എവിടുത്തെ ഏർപ്പാടാണ്? അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു കഴമ്പ് തോന്നുന്നില്ല. ആദ്യത്തെ പരാതിയും കോടതി സംശയം പ്രകടിപ്പിച്ചു, രണ്ടാമത്തെ പരാതിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചു, ബലാത്സംഗം ഒന്നും നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പം മൂന്നാമത്തത് അതിനെക്കാട്ട് വലിയ കുഴപ്പമാവും. കാരണം എന്തോ ഒപ്പ് ഇട്ടിട്ടില്ല, മൊഴിയെടുത്തൊരു ഒപ്പിടണം, അങ്ങനൊരു സംഭവം ഇല്ല. അതുപോലെ തന്നെ പിന്നെ നടന്നത്, പിന്നെ വൈദ്യപരിശോധന വല്ലതും ഉണ്ടായോ? അതും ഇല്ല. പിന്നെ 164 എന്ന് പറയുന്നത് കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, അതും നടന്നില്ല. പിന്നെ ഇതൊക്കെ എന്തോന്നാ ഈ പോലീസ് ചേച്ചിയും ഈ ഏമാമാരും കൂടി ചെയ്യുന്നത്? അല്ല, ഞാൻ അറിയാൻ ചോദിക്കാം, പിണറായി അണ്ണന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ എന്തിനാ കുട പിടിക്കുന്നതെന്നാ മനസ്സിലാവാത്തത്? ഒരുത്തനെ ഇങ്ങനെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മക്കളെ? അതാണ് അമ്മായിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്. ഇപ്പം നമുക്കൊന്നും സംസാരിക്കാനും പറ്റത്തില്ലെന്നേ. നമ്മൾ സംസാരിച്ച ഉടനെ പിണറായി അണ്ണൻ്റെ പോലീസ് നമ്മളെ തൂക്കിയെടുത്ത് അകത്തിടുമെന്നാണ് ഭീഷണി. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? അമ്മായിയെ കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് തിരക്കേക്കണേ, അമ്മായിയെ പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത്രയൊക്കെ അമ്മായി പറയാനുള്ളു. പിന്നെ കുറേ ആൾക്കാരല്ല ചീമൊട്ട എറിയാനായിട്ടൊക്കെ പോയി. എനിക്ക് തോന്നുന്നത് ഈ ഫ്രസ്ട്രേഷനൊക്കെയുള്ള അവന്മാരുണ്ടല്ലോ, ഇതൊന്നും നടക്കാതിരിക്കുന്നവന്മാർ. ഇവനെ പൂവൻകോഴി എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പം പെടക്കോഴികൾ ഇങ്ങനെ നല്ല സുന്ദരനായ പൂവൻകോഴിയെ കണ്ടപ്പോഴേ കുറച്ച് പെടക്കോഴികൾ വന്നല്ലോ, അത് ഇവന്മാരെ പുറകിലൊന്നും വരുന്നില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി, ചീമൊട്ട എറിയാൻ വേണ്ടി പോലീസ് രാവിലെ 7:30 മണിയൊക്കെ ആകുമ്പോഴും ഉടനെ വാർത്താക്കാരോട് പറഞ്ഞു, രാഷ്ട്രീയക്കാരോട് പറഞ്ഞു, ആളിനെ നിർത്തി അവനെ ചീമൊട്ട എറിയിച്ചെന്നേ. അമ്മായി രാവിലെ ഇത് അറിഞ്ഞതാ, അത് നിങ്ങളോടൊന്ന് പറയാൻ വന്നതാ. ഇല്ല, പരിപാടി നടക്കാത്ത ഇല്ല, അവന്മാരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ കുറച്ച് ചീമൊട്ടേ ചെറുക്കൻ്റെ മേളിലങ്ങ് എറിഞ്ഞ് തീർത്തതാ. ഇവർ വിചാരിക്കുന്ന ചെറുക്കനെ ഇല്ലാതാക്കാന്ന. നടക്കത്തില്ലെന്നേ, നടക്കത്തില്ല.